മുൻ വർഷങ്ങളിലെ PSC ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും. 21-ാം ചോദ്യം. താഴെ പറയുന്നവയെ പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. മൗലിക അവകാശങ്ങൾ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 2. 1978-ലെ 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 3. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി ഉത്തരം. 22-ാം ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42-ാം ഭേദഗതി, 56-ാമത് ഭേദഗതി, 73-ാമത് ഭേദഗതി, 52-ാമത് ഭേദഗതി. നിർബന്ധത്തിനും സൗജന്യവുമായ വിദ്യാഭ്യാസം, പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി, കൂറുമാറ്റ നിരോധന നിയമം, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി പ്രകാരം 44-ാമത് ഭേദഗതി 4-ാമത്തെ ഓപ്ഷനാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86-ാമത് ഭേദഗതി 1. നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73-ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52-ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. 23. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, ഓപ്ഷൻ ബി രാജ്യത്തിന് മുഴുവൻ ബാധകരമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഘം, സി ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഡി ഐത്താചാര്യ നിർമ്മാർജ്ജനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഐത്യ ആചാര നിർമ്മാർജ്ജനം. 24-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. 2. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടെയാണ്. 3. ഭരണഘടനയുടെ 91-ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രി സഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിൽ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 25-ാം ചോദ്യം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ എ ഇൻഷുറൻസ്, ഓപ്ഷൻ ബി വനം, ഓപ്ഷൻ സി പോലീസ്, ഓപ്ഷൻ ഡി കൃഷി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. 26. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 2. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 3. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. 27-ാം ചോദ്യം. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല
സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ഗ്യാനേഷ് കുമാർ, ഓപ്ഷൻ ബി അമിത് ഷാ, ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്, ഓപ്ഷൻ ഡി ഗുലാം നബി ആസാദ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാംനാഥ് കോവിന്ദ്. 28. കേരളത്തിലെ മൂന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേന്ദ്ര സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പ് പേരെന്ത്? ഓപ്ഷൻ എ സ്നേഹസ്പർശം, ഓപ്ഷൻ ബി സ്നേഹപൂർവം, ഓപ്ഷൻ സി വിദ്യാകിരണം, ഓപ്ഷൻ ഡി വിദ്യാ സമുന്നി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാ സമുന്നി. 29. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ സി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ ഡി ധനകാര്യ വകുപ്പ് സെക്രട്ടറി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഖ്യമന്ത്രി. 30. ചോദ്യം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളുടെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. 2. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരെയും അതതു വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. 3. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3 മാത്രം, ഓപ്ഷൻ സി 1, 3 മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം ശരി. 31. ചോദ്യം. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ വിമുക്തി, ഓപ്ഷൻ ബി യോദ്ധാവ്, ഓപ്ഷൻ സി കവചം, ഓപ്ഷൻ ഡി പോരാളി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യോദ്ധാവ്. 32. ചോദ്യം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഓപ്ഷൻ എ സിറോഫ്താൽമിയ, ഓപ്ഷൻ ബി ഗ്ലൂക്കോമിയ, ഓപ്ഷൻ സി അസിസ്റ്റ്മാറ്റിസം, ഓപ്ഷൻ ഡി വർണ്ണാന്ധത. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റിറോഫ്താൽമിയ. 33. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ് ഏത്? ഓപ്ഷൻ എ നാച്ചുറൽ ക്ലബ്, ഓപ്ഷൻ ബി സയൻസ് ക്ലബ്, ഓപ്ഷൻ സി പിങ്ക് റിബൺ ക്ലബ്, ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റെഡ് റിബൺ ക്ലബ്. 34. ചോദ്യം. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. 2. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. 3. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരി. 35. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തണ്ണീർത്തട സംരക്ഷണം, ഓപ്ഷൻ ബി വൈദ്യശാസ്ത്രം, ഓപ്ഷൻ സി വനസംരക്ഷണം, ഓപ്ഷൻ ബി ബഹിരാകാശ ഗവേഷണം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വനസംരക്ഷണവുമായാണ് അമൃത ദേവി ബിനോഷ് അവാർഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 36. ചോദ്യം. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ എ കാർല കേവ്, ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്, ഓപ്ഷൻ ബി ബോറോ കേവ്, ഓപ്ഷൻ ഡി വൈറ്റ് സ്കോർ കേവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റൈസിംഗ് സ്റ്റാർ കേവ്. 37. ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി കൽപ്പന ചൗള, ഓപ്ഷൻ സി മൻഗാരി മാതായ്, ഓപ്ഷൻ ഡി സുനിത വില്യംസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുനിത വില്യംസ്. 38. ചോദ്യം. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി f1ഉം മൈക്രോ
കേവിന്റെ ആവൃത്തി F2-ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3-യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. F3 > F1 > F2. 39-ാം ചോദ്യം. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5 മീറ്റർ. 40-ാം ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? 1. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും g-യുടെ മൂല്യം കുറഞ്ഞു വരുന്നു. 2. ഭൗമോപരിതലത്തിൽ നിന്നും താഴത്തേക്ക് പോകുന്തോറും g-യുടെ മൂല്യം കൂടി വരുന്നു. 3. ധ്രുവ പ്രദേശങ്ങളിൽ g-ക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി.